ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസായിട്ട് വന്നത് വയനാട്ടിലെ ഇഷ്യൂസൊക്കെ ആയിട്ട് ടി വി തുറക്കുമ്പോഴും ഫോൺ തുറക്കുമ്പോഴും ഒക്കെ ഒരേ ന്യൂസ് കാണുന്നുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് പറയുന്നത് ഒരു ഔപചാരികതയായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷന് വേണ്ടി ഞാൻ കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട്, ഒന്നരല്ല ഏകദേശം 2 മാസമായി, 2 മാസമായിട്ട് എന്താ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് ഓർത്തു. ഇതിന് ശേഷം ഞാൻ പറ്റുകയാണെങ്കിൽ പഴയ എൻ്റെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം. നല്ല ട്രാൻസ്ഫോർമേഷൻ്റെ കറക്റ്റ് റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ചേച്ചിയുടെ വീട്ടിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവൾ ചെറുപയർ മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ യൂസിന് വേണ്ടിയിട്ട്, ചേച്ചിയുടെ യൂസിന് വേണ്ടിയിട്ട് അവളിങ്ങനെ പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പേസ്റ്റ് പരുവായിട്ട് നമ്മളിങ്ങനെ വെള്ളം തളിച്ചു കൊടുക്കാമെന്ന് പറയില്ല, അങ്ങനെ ചെയ്തു. ലാസ്റ്റ് വെള്ളത്തിന് പകരം ഞാൻ കുറച്ച് പാലാട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ മുഖത്ത് ഫേസ് പാക്ക്, അതുപോലെ തന്നെ മഞ്ഞൾ, ഈ സാധനങ്ങളൊക്കെ തേക്കുമ്പോൾ ഇടുന്ന ഒരു ടീഷർട്ടാണ്. എൻ്റെ പല വീഡിയോസിലും നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു 1.5 മാസമായിട്ട് രാവിലെ ഈ ഒരു ഐസ് ക്യൂബും അതുപോലെ തന്നെ പാക്കൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ രാവിലെ ഇതാണ് മിക്കവാറും എൻ്റെ ഡ്രസ്സ്. അതുകൊണ്ടാട്ടോ പല വീഡിയോസിലും നിങ്ങൾ ഇത് തന്നെ കാണുന്നത്. നിങ്ങൾ വിചാരിക്കും ഇവർക്ക് ഈ ഒരൊറ്റ ടീഷർട്ട് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഡിസ്ക്ലെയിമർ പറഞ്ഞത്. അപ്പോൾ നമ്മളിത് ഈ ചെറുപയറിൻ്റെ പേസ്റ്റ് നന്നായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അതിനകത്ത് ജസ്റ്റ് കുറച്ച് വെള്ളം, ഡ്രോപ്സ് വെള്ളം, പിന്നെ ലാസ്റ്റ് വെള്ളത്തിന് പകരം ഞാൻ കുറച്ച് പാലാണ് ചേർത്തത്. പാല് നല്ലതാണല്ലോ. പാല് അലർജിക്ക് ആയിട്ടുള്ളവർ ഉപയോഗിക്കരുത് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞതൊരു സ്ക്രബ് എഫക്റ്റ് പോലെ കേട്ടോ. ചെറുപയർ കൂടി ആദ്യം തേക്കാം, എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് പാക്ക് ഇടാം. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ സ്ക്രബ് ചെയ്തിട്ടാണ് ഈ പാക്ക് ഇടാറ്. എല്ലാ ദിവസവും നോർമലി പാക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് സത്യം പറഞ്ഞാൽ ചെറുപയർ ഇങ്ങനെ കലക്കിയെടുത്തത്. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് മിക്സിയിൽ പൊടിക്കുന്നതിനേക്കാൾ വളരെ ഫൈൻ പൗഡർ ആയിരിക്കും നമ്മൾ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച് നമ്മൾ ചെറുപയർ പൊടി എടുത്തേക്കുമ്പോൾ. അവൾ സോപ്പ് ഉപയോഗിക്കില്ല, ചേച്ചി സോപ്പ് ഉപയോഗിക്കാതെ ഈ ചെറുപയർ പൊടിയാണ് ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് അവളത് ഫൈൻ പൗഡർ ആവാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ പൊടിച്ച് വെച്ചത്. എനിക്ക് ആക്ച്വലി വേണ്ടതൊരു സ്ക്രബ് എഫക്റ്റ് ആയിരുന്നു, പക്ഷെ അത് ഇതിൽ കിട്ടുമോ എനിക്കറിയില്ല. പിന്നെ ചേച്ചിയുടെ മോൻ പൊന്നു, അവനും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി എനിക്കും വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെയും തേച്ച് കൊടുത്തു. അവൻ്റെ മൊത്തം ടാൻ ഉണ്ട് അത്ര, വെറുതെ പറയാനും മൊത്തം ടാൻ ഒന്നുമില്ല, നല്ല ക്ലിയർ സ്കിന്നാണ്. പിള്ളേരുടെ സ്കിൻ അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് അവനും മുഖത്തൊക്കെ തേച്ച് കൊടുത്തു. പിന്നെ അവൻ എക്സാമാണ്, ക്ലാസ് ടെസ്റ്റ് എക്സാമാണ്, അവന് സോഷ്യലാണ് എക്സാം വരുന്നത്. അപ്പോൾ ഞാനും ഹിസ്റ്ററി ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവൻ്റെ അടുത്തിരുന്ന് അവനറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ ഇടയ്ക്ക് ബണ്ണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ബണ്ണ് ജസ്റ്റ് നടുവിലിങ്ങനെ മുറിച്ചിട്ട് അതിൽ ജാമൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ഉണങ്ങിയിട്ട് സ്ക്രബ് ചെയ്യാം എന്നുള്ളതുകൊണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ കുറച്ച് പണികൾക്ക് നിന്നത്. പിന്നെ വെള്ളം കുടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡോക്ടർ പറഞ്ഞതുകൊണ്ട്. രാവിലെ തൊട്ട് ഉച്ച വരെ ഒരു കുപ്പി, ഉച്ച തൊട്ട് വൈകുന്നേരം വേറൊരു കുപ്പി, വൈകുന്നേരം തൊട്ട് വീണ്ടും രാത്രി വരെ ഒരു കുപ്പി, അങ്ങനെ കണക്കാക്കിയിട്ടാണ് ഞാൻ അപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെ ഡോക്ടർ പറഞ്ഞു. അത് ചെയ്തതുകൊണ്ടും എൻ്റെ സ്കിന്നിൽ നല്ല മാറ്റം എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വെള്ളം കുടിക്കാൻ മടിയായിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വെള്ളം കുടിക്കുമ്പോൾ അതിൽ വലിയ റിസൾട്ടൊന്നും, അല്ലെങ്കിൽ അതുകൊണ്ടൊരു ഗുണമില്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ് നമ്മൾ വെള്ളമൊന്നും കുടിക്കാത്തത്. പക്ഷേ നമ്മുടെ സ്കിന്നിൽ വരുന്ന ചേഞ്ച് കണ്ടാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വെള്ളം കുടിക്കാനുള്ളൊരു ടെൻഡൻസി കൂടി വരും. അപ്പോൾ ഇതേ ഞാൻ സ്ക്രബ് ചെയ്ത് കളയുന്നുണ്ട്. ഇപ്പം മുഖത്ത് കുരുവൊന്നുമില്ല കേട്ടോ. അതും ഇതിൻ്റെ ഒരു റിസൾട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഫോളോ ചെയ്യുന്നൊരു ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ കെയറും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിൻ്റെയും ഭാഗമായിട്ട് ഇപ്പോൾ മുഖത്ത് കുരുവൊന്നുമില്ല. പണ്ട് കുരു വന്ന് പോയതിൻ്റെ കുറേ പാടെന്ന് പറഞ്ഞാൽ എൻ്റെ കവിളത്ത് മുഴുവൻ കറുത്ത കുത്തായിരുന്നു. അതൊക്കെ കുറേ പോയി കിട്ടി. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോം റെമഡീസ് ആണല്ലോ, കെമിക്കൽ പീലിംഗ് പോലത്തുള്ള പാർലർ ട്രീറ്റ്മെൻ്റ് ഒന്നും അല്ലല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് പോകാൻ സമയമെടുക്കും. പക്ഷേ എന്നാലും ഒരുപാട് ഫെയ്ഡ് ഔട്ടായി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫെയ്ഡ് ഔട്ടായി. പിന്നെ ഇതിൽ ഞാൻ എൻ്റെ പഴയ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായുള്ള പോലെ തന്നെ ഉരുളക്കിഴങ്ങ്, അതിലേക്ക് കുറച്ച് അരിപ്പൊടി, പിന്നെ തേൻ, പിന്നെ ഇത് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പാല് 2, 3, 4 ഡ്രോപ്സ് പാലും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ട് സാധാരണ നമ്മുടെ ഐസ് ട്രേയിൽ ഇങ്ങനെ സ്പൂണായിട്ട് നിറച്ച് വെച്ച് നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളത് ഒരു ഹാഫ് പൊട്ടാറ്റോ ഒന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ചിലപ്പോൾ പൊട്ടാറ്റോ തീരുമ്പോൾ ഞാൻ ബീട്രൂട്ടും യൂസ് ചെയ്യാറുണ്ട്. ബീട്രൂട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിനേക്കാൾ റിസൾട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ പൊട്ടാറ്റോ ആണ് ഞാൻ കഴിഞ്ഞ ഒരു 1.25 മാസം ഞാൻ
പൊട്ടാറ്റോടെ യൂസ് ചെയ്തത്. അതിന് ശേഷമാണ് ഞാൻ ബീട്രൂട്ടിലേക്ക് സ്കിപ്പ് ആവുന്നത്. അത് പൊട്ടാറ്റോ ഇല്ലാഞ്ഞപ്പോൾ വീട്ടിൽ അരച്ച് വെക്കുന്ന സമയത്ത് പൊട്ടാറ്റോ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബീട്രൂട്ട് എടുത്തത്. പക്ഷേ അത് എനിക്ക് കുറച്ചും കൂടി നല്ലപോലെ പെട്ടെന്ന് കുറച്ചും കൂടി റിസൾട്ട് കിട്ടുന്ന പോലെ തോന്നി. പിന്നെ ഇത് തേച്ച് നിന്നപ്പോഴാണ് ഉമ്മറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ഒരാൾ ഉമ്മറത്ത് കിടന്ന് സർക്കസ് കളിക്കുന്നുണ്ട്. പുള്ളിക്കാരനെയും കുറച്ച് നേരം നോക്കി കമൻ്റൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ കുറച്ച് നേരം പുള്ളിക്കാരൻ നോക്കിയത്. കാരണം വീട്ടിൽ പിള്ളേരുള്ളതല്ലേ, എങ്ങാനും പുറത്തിറങ്ങി നമ്മൾ കാണാത്ത സമയത്തൊക്കെ ഉണ്ടെങ്കിൽ വലിയ അപകടമായിരിക്കും. പ്രത്യേകിച്ച് ഈ മഴയുള്ള സമയത്ത് ഇവർക്ക് ഇങ്ങനെ പൊത്തിലിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും പുറത്തിറങ്ങി നടക്കുന്നത്. പിന്നെ ഇതാട്ടോ ചേച്ചിയുടെ വീടും. പുള്ളിക്കാരി ഭയങ്കരമായിട്ട് എന്താ പറയുക, ദീപ എന്ന ചേച്ചിയുടെ പേര്. ദീപ ചേച്ചി ഇങ്ങനെ നന്നായിട്ട് വീടൊക്കെ കെയർ ചെയ്ത് ചെടിയൊക്കെ കൊണ്ടുനടക്കുന്ന ഒരാളാണ്. ഇപ്പോൾ കുറച്ച് വയ്യാത്തത് കൊണ്ട് അവൾ ചെടിയിലോട്ട് വലിയൊരു കോൺസെൻട്രേഷൻ ഇല്ല, അതുകൊണ്ടാണ് ചെടി കുറവ്. ആ മുറ്റം നിറയെ ചെടിയായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു ഐസ് ക്യൂബ് ഉണ്ടല്ലോ, അത് ഞാൻ ഉണങ്ങിയതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മുഖത്തുള്ളൊരു ഫ്രഷ്നെസ് ഫീൽ. പിന്നെ ഡാർക്ക് സർക്കിൾസ് നിങ്ങൾ നോക്കണ്ട, ഉറക്കമില്ലാത്തതുകൊണ്ട് നെബിലൈസേഷനും കൊണ്ട് വന്നതാണ്. അത് പതിയെ മാറി വരും. പിന്നെ എൻ്റെ മുഖത്ത് കുറച്ച് സ്വെല്ലിംഗ് ഉണ്ട്. അത് ഞാൻ എടുക്കുന്ന ഉള്ളിലേക്ക് നമ്മൾ മരുന്ന് കഴിക്കുന്നില്ലേ, ആ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില മരുന്നിന് സ്വെല്ലിംഗ് ഉണ്ടാവുന്ന ഡോക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതെനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് മുഖം കുറച്ചും കൂടി ചേർത്തിരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് നേരം നമ്മൾ സ്കിന്നിന് പണി കൊടുത്തല്ലേ, അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോയ്സ്ചറൈസറൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പൊന്നു വന്ന് പോയിട്ട് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട്. അവൻ്റെ കഴുകിയിട്ടില്ല, ഉണങ്ങാറായെന്ന് ചോദിച്ച് നടക്കട്ടോ എൻ്റെ പിന്നാലെ. അപ്പോൾ ഞാൻ ലിപ് ബാമും അതുപോലെ തന്നെ മോയ്സ്ചറൈസറും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അത് നമ്മുടെ പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പണി ആക്ച്വലി. അപ്പോൾ ഒന്ന് സ്കിന്നിന് റെസ്റ്റ് കൊടുത്തോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ മുഖത്തെ ഒരു മാറ്റം വേറൊരു വീഡിയോ അല്ലെങ്കിൽ വേറൊരു ഫോട്ടോ എൻ്റെ അടുത്ത് അവൈലബിൾ അല്ലാത്തവർ തപ്പി നോക്കിയിട്ട് വേണമെങ്കിൽ ഞാനൊരു ഷോർട്സ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മുഖത്തെ ചേഞ്ച്. നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. യൂസ് ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് പറയും. ഈ കാണുന്ന കുത്തും കോമയൊന്നല്ല, നല്ല കുത്തും കോമ ഉണ്ടായിരുന്നു എൻ്റെ മുഖത്ത്, അതൊക്കെ മാറി. പിന്നെ ഇതാട്ടോ ദീപേച്ചി, ഇതാണ് പൊന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്കിൻ റൂട്ടീൻ കഴിഞ്ഞ 1.5 മാസമായിട്ട്. അതിന് നല്ല ചേഞ്ചും ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടാറ്റ, അടുത്ത വീഡിയോ കാണാം.